നിത്യേന ശിവപഞ്ചാക്ഷരി ജപിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ നിന്നും അകലാത്തതായിട്ട് ഒരു ദുരിതങ്ങളും ബാക്കിയില്ല, ഒരു ദുഃഖങ്ങളും ബാക്കിയില്ല. നിത്യേന നമ്മൾ ഓം നമഃശിവായ, ഓം നമഃശിവായ എന്നുള്ള ആ മന്ത്രം എല്ലാവരും വളരെ സിമ്പിളായിട്ട് ജപിക്കുന്നൊരു മന്ത്രമാണ്. ഓം നമഃശിവായ ഈ മന്ത്രം ജപിക്കുന്നത് വഴി നിങ്ങൾക്ക് തീരാത്തതായിട്ട് ഒരു ദുഃഖങ്ങളോ ദുരിതങ്ങളോ ബാക്കിയില്ല. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ തേടി വരുന്നത് ഈ പറഞ്ഞ കാർമിക് എഫക്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ആണെങ്കിലോ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ എല്ലാ കഷ്ടകാലങ്ങളെയും എല്ലാ കഷ്ടസമയങ്ങളെയും നീക്കം ചെയ്യാൻ ഈ ഓം നമഃശിവായ തന്നെ മതി. നിങ്ങൾ വലിയ വലിയ മന്ത്രങ്ങളിലൊന്നും അഭയം തേടണ്ട. ഈ പഞ്ചാക്ഷരി നിങ്ങളെ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കും, അത് ഉറപ്പാണ്. അതായത് ഇത് ജപിക്കുന്നത് എല്ലാ ഭയങ്ങളും ഇല്ലാണ്ടാവും. അതായത് ഈ പറയുന്ന നരകഭയം, മരണഭയം, ശൈശവത്തിലെ ഭയം എന്ന് വേണ്ട എല്ലാ ഭയങ്ങളും, വാർദ്ധക്യത്തിലെ ഭയം എന്ന് വേണ്ട എല്ലാ ഭയങ്ങളും അവിടെ ഇല്ലാണ്ടാവും. ഈ ഭയം എന്നില്ലാണ്ടാവുന്നു അന്ന് നിങ്ങൾ പുതിയൊരു മനുഷ്യനാണ്. നമ്മൾ പറയാറില്ലേ, എവിടെയാണോ ഭയം തീരുന്നത്, അതായത് എവിടെയാണോ പേടി അവസാനിക്കുന്നത് അവിടെ ശരിക്കുള്ള ജീവിതം തുടങ്ങും. പേടി എവിടെയാണോ അവസാനിക്കുന്നത്, ഭയം എവിടെയാണോ അവസാനിക്കുന്നത്, അവിടെ നിന്നാ ശരിക്കും നമ്മുടെ ജീവിതം, നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. ഈ മന്ത്രം നിങ്ങൾ അത്രത്തോളം ശക്തിശാലിയാക്കി മാറ്റും. ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ മന്ത്രം ജപിക്കുന്ന ആൾ നിന്റെ ശിവനാണ് അല്ലെങ്കിൽ ശിവയാണ്. ഈ ശിവയോ തോൽപ്പിക്കാനായിട്ട് ഇവിടെ ഒന്നിനും പറ്റില്ല. നിങ്ങളുടെ അടുത്ത് നിന്നും അകലാനായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. എല്ലാ ദുഃഖങ്ങളും അകന്നിട്ടുണ്ടാവും. അതായത് ഈ പഞ്ചാക്ഷരിയിൽ തന്നെ എല്ലാം ഉണ്ട്, എല്ലാ പഞ്ചഭൂതങ്ങളും ഉണ്ട്. ഇതിൽ നാ എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമിയാണ്, മാ എന്ന് പറയുമ്പോഴത്തേക്കും ജലമാണ്, ശി എന്ന് പറയുന്ന ആ സമയത്ത് അഗ്നിയാണ്, വാ എന്ന് പറയുന്ന സമയത്ത് വായുവാണ്, യാ എന്ന് പറഞ്ഞാൽ ആകാശമാണ്. എല്ലാ പഞ്ചഭൂതങ്ങളും ഈ പറയുന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലുണ്ട്. സോ ഈ പഞ്ചാക്ഷരി മന്ത്രം തന്നെ മതി. നിങ്ങൾ വേറെ ഒരു മന്ത്രങ്ങൾ വാസിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പഞ്ചാക്ഷരി, ശിവപഞ്ചാക്ഷരി മാത്രം മതി. ഈ പഞ്ചാക്ഷരി നിങ്ങൾക്ക് ശിവനാവാം. നിങ്ങൾക്ക് എല്ലാം നേരിടാം, എന്ത് നേരിടാം. നിങ്ങൾക്ക് വന്നു ചേരാത്തതായിട്ട് അന്നേരത്തെ ഒരു സൗഭാഗ്യം ഉണ്ടാവില്ല. അത്രത്തോളം പ്രാധാന്യം ഈ ശിവപഞ്ചാക്ഷരിക്കുണ്ട്.